Good morning to all. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് അമാൽഗമേഷനും അതിൻ്റെ ടൈപ്സുമായിരുന്നു. അപ്പോൾ ടൈപ്സിൽ അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് പർച്ചേസിൽ 4 മെത്തേഡ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ഇനി അതും വെച്ചുകൊണ്ടുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ ടെസ്റ്റിലെ പേജ് നമ്പർ 4.14. അതിലെ ഫസ്റ്റ് പ്രോബ്ലം ആണ് ലംസം മെത്തേഡ് വെച്ചുള്ള പ്രോബ്ലം ആണ്. അപ്പോൾ പർച്ചേസ് കൺസിഡറേഷൻ അവിടെ ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ടാവും. ഇപ്പം നോക്കാം. എ ലിമിറ്റഡ് ആൻഡ് ബി ലിമിറ്റഡ് ഡൂയിങ് ദ സെയിം ടൈപ്പ് ഓഫ് ബിസിനസ് എഗ്രി ടു അമാൽഗമേറ്റ് ആസ് ഫ്രം 1st January 2016 on which date their respective balance sheet were as follows. A and B limited രണ്ട് കമ്പനീസ് ആണുള്ളത്, എയും ബിയും. അപ്പം അവരാണ് അമാൽഗമേറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അവരുടെ ബാലൻസ് ഷീറ്റ് ആണ്. നിങ്ങൾക്ക് കാണാം, 2 എമൗണ്ട് കോളത്തിൽ എയുടേതും ബിയുടേതും സെപ്പറേറ്റ് തന്നിട്ടുണ്ട്. ഷെയർ ക്യാപിറ്റൽ 2 lakhs, 3 lakhs. റിസർവ്സ് ആൻഡ് സർപ്ലസ് 30,000, 20,000. പിന്നെ അവിടെ നോൺ കറണ്ട് ലയബിലിറ്റീസ് ഒന്നുമില്ല. കറണ്ട് ലയബിലിറ്റീസിൽ ആകെ ട്രേഡ് പേയബിൾസേ ഉള്ളൂ. 2,20,000 1,80,000. അപ്പോൾ ഇത്രയുമാണ് ലയബിലിറ്റീസ് അവർക്കുള്ളത്. ഇനി അസറ്റ്സിലേക്ക് വരുമ്പം ടാഞ്ചിബിൾ അസറ്റ്സ് ആയിട്ട് 2,50,000 2,90,000 രൂപ. അപ്പോൾ താഴെ നോട്ടിൽ പറഞ്ഞിട്ടുണ്ട് ടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് പറഞ്ഞാൽ ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, മെഷീനറി, 2 ഐറ്റവും ടാഞ്ചിബിൾ അസറ്റ്സിൽ വരുന്നുണ്ട്. പിന്നെ കറണ്ട് അസറ്റ്സിലേക്ക് വരുമ്പം ഇൻവെന്ററീസ് ഉണ്ട്, ട്രേഡ് റിസീവബിൾസ്, ക്യാഷ്, 3 കറണ്ട് ലയബിലിറ്റീസ് ആണ്. അതിനുള്ള കൺസേൺ അമൗണ്ട്സും ഉണ്ട്. ഇത്രയുമാണ് അസറ്റ്സ് നമുക്ക് തന്നിരിക്കുന്നത്. ഇനി അഡ്ജസ്റ്റ്മെന്റിലേക്ക് വരാം. എ ന്യൂ കമ്പനി എ ബി ലിമിറ്റഡ്. അപ്പോൾ എയും ബിയും കൂടെ ലിക്വിഡേറ്റ് ചെയ്ത് പുതിയ കമ്പനി ആയിട്ട് മാറുന്നു എ ബി ലിമിറ്റഡ്. വിത്ത് ആൻ ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഓഫ് ₹10 lakhs divided into shares of ₹10 each to acquire the business. All assets and liabilities, എല്ലാ അസറ്റ്സും ലയബിലിറ്റീസും അക്വയർ ചെയ്യുന്നുണ്ട് of both the A limited and B limited. The purchase consideration is agreed at for ₹3 lakh for A limited. അപ്പോൾ പർച്ചേസ് കൺസിഡറേഷൻ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതിന് കാൽക്കുലേഷൻ്റെ ഒന്നും ആവശ്യമില്ല. ലംസം മെത്തേഡാണ്. ₹3 lakhs A limited, ₹3,50,000 for B limited. Payable in fully paid up shares of AB limited. AB limited അതിന് പേയ്മെന്റ് നടത്തുന്നത് ഷെയർ ആയിട്ടാണ്. ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർ ആയിട്ടാണ് പേയ്മെന്റ് നടത്തുന്നത്. The land and building of A limited are valued at 2,20,000. land and building ന്റെ വാല്യൂ വ്യത്യാസം വന്നിട്ടുണ്ട്. 2 lakh ആയിരുന്നു, അത് 2,20,000 ആയി മാറി. And that of B limited at ₹2,60,000. B limited 2,60,000 ആയിട്ട് മാറി. But give journal entries and ledger accounts to close the books of liquidating companies. അപ്പോൾ നമ്മൾ അവിടെ ലിക്വിഡേറ്റിംഗ് കമ്പനീസിന് ജേണൽ എഴുതണം, ലെഡ്ജർ എഴുതണം. അപ്പോൾ എയുടെ ജേണൽ എൻട്രി എഴുതുക. 2 ലെഡ്ജർ അക്കൗണ്ട്സ് ആണ് മെയിൻ ആയിട്ട് വരയ്ക്കാനുള്ളത്. റിയലൈസേഷൻ അക്കൗണ്ടും ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടും. അതേപോലെ തന്നെ ബി ലിമിറ്റഡിന്റെ ജേണൽ എൻട്രീസ് എഴുതുക. റിയലൈസേഷൻ അക്കൗണ്ടും ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടുമാണ് വരയ്ക്കാനായിട്ടുള്ളത്. അതിനുശേഷം ഓൾസോ ഗീവ് ഓപ്പണിംഗ് എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് എ ബി ലിമിറ്റഡ്. എ ബി ലിമിറ്റഡിന്റെ ഓപ്പണിംഗ് എൻട്രീസും എഴുതണം. നിങ്ങൾക്ക് അവിടെ എളുപ്പമുണ്ട്. എ ലിമിറ്റഡിന്റെ ജേണൽ എൻട്രി തന്നെ ആയിരിക്കും. ബി ലിമിറ്റഡിനും ചേഞ്ചസ് ഒന്നും ഈ പ്രോബ്ലത്തിൽ വരുന്നില്ല. അഡ്ജസ്റ്റ്മെന്റ് ഒന്നും കൂടുതലായിട്ട് ഇല്ല. അപ്പോൾ ഫസ്റ്റ് ജേണൽ എൻട്രി നോക്കാം. ആദ്യത്തെ നിങ്ങൾ ഡിസൊല്യൂഷന്റെ ചാപ്റ്ററിൽ കഴിഞ്ഞ വർഷം പഠിച്ച അതേ ജേണൽ എൻട്രി തന്നെയാണ്. റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു. നമുക്ക് തന്നിരിക്കുന്ന അസറ്റുകൾ ഏതൊക്കെയാണോ അസറ്റുകൾ. അപ്പം ബുക്സ് ഓഫ് എ ലിമിറ്റഡിന്റെ ജേണൽ എൻട്രി ആണ്. അപ്പൊ അത് പ്രത്യേകം എഴുതണം. ജേണൽ ബുക്സ് ഓഫ് എ ലിമിറ്റഡ്. എ ലിമിറ്റഡിന്റെ ജേണൽ എൻട്രി. അപ്പൊ എ ലിമിറ്റഡിന്റെ ബുക്സിൽ എഴുതുന്ന ജേണൽ എൻട്രീസ് ആണ്. അപ്പൊ ഫസ്റ്റ് ജേണൽ എൻട്രി റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ 2. നമുക്ക് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ തന്നിരിക്കുന്ന കൺസേൺ അസറ്റ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കുക. ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, മെഷീനറി, സ്റ്റോക്ക്,
ഡെപ്റ്റേഴ്സ് ക്യാഷ്. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ തന്നിരിക്കുന്ന ഫിഗർ വേണം എടുക്കാൻ, അഡ്ജസ്റ്റ്മെന്റിൽ തന്നിരിക്കുന്നതല്ല, ബാലൻസ് ഷീറ്റിൽ തന്നിരിക്കുന്ന ഫിഗേഴ്സ്. അപ്പോൾ ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 2 lakhs. അതിനുശേഷം വന്നിരിക്കുന്നത് മെഷീനറി, സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്, ക്യാഷ്. ഡെപ്റ്റേഴ്സ് ക്യാഷ്. അതിലെ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 2 lakhs, മെഷീനറി 50,000, മെഷീനറി 50,000, stock 1,20,000, stock 1,20,000, debtors and cash 60,000 20,000, 60,000 20,000. ഇതെല്ലാം കൂടെ കൂട്ടി റിയലൈസേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുക 4,50,000. 4,50,000. റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റ് ടു ലാൻഡ്, മെഷീനറി, സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്, ക്യാഷ്, ഇത്രയും അസറ്റ്സുകളാണ് ബാലൻസ് ഷീറ്റിൽ തന്നിരിക്കുന്നത്. എ ലിമിറ്റഡിന്റെ ബാലൻസ് ഷീറ്റിൽ തന്നിരിക്കുന്നത്. നരേഷൻ എഴുതുക. അസറ്റ്സ് ക്ലോസ്ഡ് ഇൻ ദ ബുക്സ്. നെക്സ്റ്റ് കേസ് ലയബിലിറ്റീസ് ക്ലോസ് ചെയ്യുന്ന ജേർണൽ എൻട്രി ആണ്. അപ്പോൾ അവിടെ വരുമ്പോൾ ഇതിന് നേരെ ഓപ്പോസിറ്റ്. അസറ്റ്സ് പഠിച്ചു വെച്ചാൽ ലയബിലിറ്റീസ് ഓർത്താൽ മതി, ഓപ്പോസിറ്റ്സ് ആണ്. അപ്പോൾ നമുക്ക് അവിടെ ആകെ ഒരേ ലയബിലിറ്റി ഉള്ളൂ, ക്രെഡിറ്റേഴ്സ്. അപ്പോൾ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റ്, അക്കൗണ്ട് ഡെറ്റ് ടു റിയലൈസേഷൻ, ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റ് ടു റിയലൈസേഷൻ 2,20,000. Close the liabilities. Narration അല്ലെങ്കിൽ liabilities taken over. Narration എഴുതാം. ഇനി മൂന്നാമത്തെ ജേർണൽ എൻട്രി. അപ്പോൾ അസറ്റ്സ് റിയലൈസ് ചെയ്തു, ലയബിലിറ്റീസ് റിയലൈസ് ചെയ്തു, അല്ല ലയബിലിറ്റീസ് ടേക്കൺ ഓവർ ചെയ്തു. അടുത്തത് പർച്ചേസ് കൺസിഡറേഷൻ ഡ്യൂ ആവുന്ന ജേർണൽ എൻട്രിയാണ്. ഇപ്പൊ എയുടെ പർച്ചേസ് കൺസിഡറേഷൻ ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുണ്ട് 3 lakhs rupees ആണ്. അപ്പോൾ പർച്ചേസ് കൺസിഡറേഷൻ നൽകുന്നത് എ ബി ലിമിറ്റഡ് ആണ്. എ ബി ലിമിറ്റഡ് അക്കൗണ്ട് ഡെറ്റ് ടു റിയലൈസേഷൻ. നമ്മുടെ പുതിയ കമ്പനി എന്ന് പറയുന്നത് എ ബി ലിമിറ്റഡ് ആണ്. എ ബി ലിമിറ്റഡ് ആണ് റിയലൈസേഷൻ അക്കൗണ്ടിൽ പർച്ചേസ് കൺസിഡറേഷൻ. അപ്പോൾ എ ബി ലിമിറ്റഡ് അക്കൗണ്ട് ഡെറ്റ് ടു റിയലൈസേഷൻ, എ ബി ലിമിറ്റഡ് 3 lakhs rupees പർച്ചേസ് കൺസിഡറേഷൻ എക്ക് നൽകുന്നു. അത് റിയലൈസേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ പർച്ചേസ് കൺസിഡറേഷൻ ഡ്യൂ ജേർണൽ എൻട്രി. ഇപ്പോൾ 3 ജേർണൽ എൻട്രീസ് ആയി. ഇനി ഇപ്പോൾ നെക്സ്റ്റ് ജേർണൽ എൻട്രി വരുന്നത് റെസിപ്റ്റ് ഓഫ് പർച്ചേസ് കൺസിഡറേഷൻ. പർച്ചേസ് കൺസിഡറേഷൻ ലഭിക്കുന്ന ജേർണൽ എൻട്രിയാണ്. ഷെയർസ് ഇൻ എ ബി ലിമിറ്റഡ് ആണ്. ഈ പർച്ചേസ് കൺസിഡറേഷൻ 3 lakhs പർച്ചേസ് കൺസിഡറേഷൻ ഷെയർ ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഷെയർ ആയിട്ട് കൊടുക്കുന്നത് കൊണ്ട് നമ്മളോട് അവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യൻ, അത് ഷെയർസ് ആയിട്ടാണ് കൊടുക്കുന്നതെന്ന്. അപ്പോൾ ഷെയർസ് ആയി കൊടുക്കുന്നുണ്ട്. ഷെയർസ് ഇൻ എ ബി ലിമിറ്റഡ് ഡെറ്റ് ടു എ ബി ലിമിറ്റഡ്. എ ബി ലിമിറ്റഡിന്റെ ഷെയർസ് ആയിട്ടാണ് ഈ പർച്ചേസ് കൺസിഡറേഷൻ എ ലിമിറ്റഡിന് നൽകുന്നത്. അപ്പോൾ ഷെയർസ് ഇൻ എ ബി ലിമിറ്റഡ് ഡെറ്റ് ടു ആരാ നൽകുന്നത്? എ ബി ലിമിറ്റഡ് ആണ് നൽകുന്നത് ടു എ ബി ലിമിറ്റഡ്. അപ്പം പർച്ചേസ് കൺസിഡറേഷൻ കൊടുക്കുന്ന ജേർണൽ ഷെയർസ് ഇൻ എ ബി ലിമിറ്റഡ്, എ ബി ലിമിറ്റഡിന്റെ ഷെയർ ആയിട്ട് നൽകുന്നു. ആര്? എ ബി ലിമിറ്റഡ് നൽകുന്നു 3 lakhs. അപ്പം ആ 4 ജേർണൽ ഏതൊക്കെയാണ് ഓർത്ത് വയ്ക്കുക. ഒന്ന് അസറ്റ്സ് റിയലൈസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അസറ്റ്സ് ടേക്കൺ ഓവർ ചെയ്യുന്ന ജേർണൽ എൻട്രി ആണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന അസറ്റ്സുകൾ ഓരോന്ന് എടുത്തെഴുതുക. നെക്സ്റ്റ് വൺ ലയബിലിറ്റീസ്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്സ് ലയബിലിറ്റീസ് ടേക്കൺ ഓവർ ചെയ്യുന്നു. അടുത്തത് പർച്ചേസ് കൺസിഡറേഷൻ ഡ്യൂ ആവുന്ന ജേർണൽ എൻട്രി ആണ്. അപ്പോൾ പർച്ചേസ് കൺസിഡറേഷൻ പുതിയ കമ്പനിയാണ് നൽകുന്നത്. അപ്പോൾ എ ബി ലിമിറ്റഡ് ഡെറ്റ് ടു റിയലൈസേഷൻ.
നെക്സ്റ്റ് കേസ് റെസിപ്റ്റ് ഓഫ് പർച്ചേസ് കൺസിഡറേഷൻ അല്ലെ പർച്ചേസ് കൺസിഡറേഷൻ കിട്ടുന്ന ജേണൽ എൻട്രി AB ലിമിറ്റഡ് ഷെയർ ആയിട്ടാണ് പർച്ചേസ് കൺസിഡറേഷൻ ലഭിക്കുന്നത്. ഇനി ഡിബഞ്ചർ ആണെങ്കിൽ ഡിബഞ്ചേഴ്സ് എഴുതാം, ക്യാഷ് ആണെങ്കിൽ ക്യാഷ് എന്ന് എഴുതാം. അപ്പോൾ ഷെയർസ് ഇൻ AB ലിമിറ്റഡ് ഡെറ്റർ ടു AB ലിമിറ്റഡ്. 4 ജേണൽ എൻട്രീസ്. അപ്പോൾ മെയിൻ ആയിട്ട് നിങ്ങൾ എഴുതേണ്ട ജേണൽ എൻട്രീസ് ഈ 4 എണ്ണം നിർബന്ധമായിട്ടും എഴുതിയിരിക്കണം. അസറ്റ്സിന്റെയും ലയബിലിറ്റീസിന്റെയും പർച്ചേസ് കൺസിഡറേഷന്റെയും ജേണൽ എൻട്രീസ് നിർബന്ധമായിട്ടും എഴുതിയിരിക്കണം. അത് വിട്ടുപോകാൻ പാടില്ല. അപ്പോൾ അത് അങ്ങനെ തന്നെ വിളിക്കുക. അസറ്റ്സിന്റെ ജേണൽ എൻട്രി, അതിനുശേഷം ലയബിലിറ്റീസ്, പിന്നെ പർച്ചേസ് കൺസിഡറേഷൻ ഡ്യൂ ആവുന്നു, പർച്ചേസ് കൺസിഡറേഷൻ റിസീവ് ചെയ്യുന്നു. ഇനി നെക്സ്റ്റ് ജേണൽ എൻട്രി നമുക്ക് പർച്ചേസ് കൺസിഡറേഷൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം ഷെയർ ഹോൾഡേഴ്സിന്. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർസ് ഇൻ AB ലിമിറ്റഡ്. നമുക്ക് ഷെയർ ആയിട്ട് പർച്ചേസ് കൺസിഡറേഷൻ ലഭിച്ചു. ഈ പർച്ചേസ് കൺസിഡറേഷൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിന് പർച്ചേസ് കൺസിഡറേഷൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർസ് ഇൻ AB ലിമിറ്റഡ്. ഷെയർ ഹോൾഡേഴ്സ് account debtor to shares in AB Limited. Purchase consideration amount and realize ഇതെല്ലാം നമ്മൾ purchase consideration ആയിട്ട് ബേസ് ചെയ്യണം. അപ്പോൾ ഈ ജേണൽ എൻട്രീസ് എല്ലാം പർച്ചേസ് കൺസിഡറേഷനുമായിട്ട് ബേസ് ചെയ്തെടുക്കുന്നത് കൊണ്ട് 3 lakhs rupees തന്നെയാണ് പർച്ചേസ് കൺസിഡറേഷൻ. അപ്പോൾ ഇത് ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. നമുക്ക് 3 ലക്ഷം രൂപയുടെ ഷെയർ ആയിട്ടാണ് പർച്ചേസ് കൺസിഡറേഷൻ കിട്ടിയത്. അത് ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർസ് ഇൻ AB ലിമിറ്റഡ്. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഷെയർസ് ഇൻ AB ലിമിറ്റഡ്. നെക്സ്റ്റ് ജേണൽ എൻട്രി വരുന്നത് നമുക്കൊരു ഷെയർ ക്യാപിറ്റൽ ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ടായിരുന്നു. ആ ഷെയർ ക്യാപിറ്റൽ ഷെയർ ഹോൾഡേഴ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. നമ്മൾ ഇനിയിപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ ഈ ജേണൽ എൻട്രി നോക്കി പോസ്റ്റ് ചെയ്താൽ മതി, എളുപ്പമാണ്. ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ 2 ലക്ഷം രൂപ ഷെയർ ക്യാപിറ്റൽ തന്നിട്ടുണ്ടായിരുന്നു. ആ 2 ലക്ഷം രൂപ ഷെയർ ഹോൾഡേഴ്സിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അതേപോലെ തന്നെ റിസർവും ഷെയർ ഹോൾഡേഴ്സിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. റിസർവ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ഹോൾഡേഴ്സ്. റിസർവ്സും ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ ഷെയർസ് ഷെയർ ഹോൾഡേഴ്സിലെ അക്കൗണ്ടിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർസ് ഇൻ AB ലിമിറ്റഡ്. A ലിമിറ്റഡ് ഒരു ഷെയർ ക്യാപിറ്റൽ 2 lakh rupees ഉണ്ടായിരുന്നു. അത് ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. കാരണം അത് വൈൻഡപ്പ് ചെയ്ത് പോകുക അല്ലെങ്കിൽ ലിക്വിഡേറ്റ് ചെയ്യുന്ന കമ്പനിയാണ്. അപ്പോൾ അത് ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അതുപോലെ റിസർവ്സ് ഉണ്ടായിരുന്നു, അതും ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അപ്പം ഇത്രയും ജേണൽ എൻട്രീസ് ആണ് ഉള്ളത്. അതിനുശേഷം ഒരു ജേണൽ എൻട്രി എഴുതാനുള്ള ഇട്ടതിന് ശേഷം റിയലൈസേഷൻ അക്കൗണ്ട് വരയ്ക്കുക. അതെന്തിനാണെന്ന് വെച്ചാൽ റിയലൈസേഷൻ അക്കൗണ്ടിന്റെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് നോക്കിയതിന് ശേഷം വേണം ആ ജേണൽ എൻട്രി എഴുതാനായിട്ട്. നിങ്ങൾ അതേപോലെ തന്നെയുള്ള കണക്കുകളൊക്കെ നേരത്തെ ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ഡിസൊല്യൂഷനകത്താണെങ്കിലും ഒരു ജേണൽ എൻട്രി എഴുതിയതിന് ശേഷം റിയലൈസേഷൻ അക്കൗണ്ട് വരയ്ക്കുക. പ്രോഫിറ്റ് ആണോ ലോസ് ആണോ നോക്കിയതിന് ശേഷം ആ ജേണൽ എൻട്രീസ് എഴുതുക. ഇത്രയും ജേണൽ എൻട്രീസ് ആണ് നിർബന്ധമായിട്ടും ഉള്ളത്. അതിൽ ആദ്യം പറഞ്ഞിരുന്ന പർച്ചേസ് കൺസിഡറേഷൻ വരെയുള്ള 4 ജേണൽ എൻട്രീസ് മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. ഒരു കാരണവശാലും വിട്ടുപോകാൻ പാടില്ല. ഈ ജേണൽ എൻട്രീസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് വരയ്ക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടെങ്കിൽ എളുപ്പമാകും. അല്ലെങ്കിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് എഴുതാനായിട്ട് എളുപ്പമുണ്ട്. അപ്പം ഇത്രയും ജേണൽ എൻട്രീസ് ആണ്. ഒന്നുകൂടെ പറയാം. അസറ്റ്സ് റിയലൈസ് ചെയ്യുന്നത് റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു തന്നിരിക്കുന്ന അസറ്റ്സ് ഇവിടെ ലാൻഡ്, മെഷീനറി, സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്, ക്യാഷ്. ലയബിലിറ്റീസ് ആകെ ക്രെഡിറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ. അതിനുശേഷം പർച്ചേസ് കൺസിഡറേഷൻ ഡ്യൂ ആവുന്നത് AB ലിമിറ്റഡ് ഡെറ്റർ ടു റിയലൈസേഷൻ അക്കൗണ്ട്. ലാസ്റ്റ് പർച്ചേസ് കൺസിഡറേഷൻ
റിസീവ് ചെയ്യുന്നത് ഷെയർസ് ഇൻ എ ബി ലിമിറ്റഡ് ഷെയർ ആയിട്ടാണ് റിസീവ് ചെയ്യുന്നത്. അപ്പോൾ ഷെയർസ് ഇൻ എ ബി ലിമിറ്റഡ് അറ്റ് ടു എ ബി ലിമിറ്റഡ്. പിന്നെ നെക്സ്റ്റ് കേസാണ് ഇത് ഷെയർ ഹോൾഡേഴ്സിന് ഷെയർസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഷെയർ ക്യാപിറ്റൽ ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. റിസർവ്സ് ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഇത് നമുക്ക് ആദ്യം ജേണൽ എൻട്രീസ് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് വരയ്ക്കാനുള്ളത് ലെഡ്ജർ അക്കൗണ്ട്സ് ആണ്. അവിടെ നിങ്ങൾ 2 ലെഡ്ജർ അക്കൗണ്ട്സ് വരച്ചാൽ മതി. റിയലൈസേഷൻ അക്കൗണ്ടും ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടും. ജേണൽ എൻട്രി അറിയാവുന്ന ആൾക്കാർക്ക് ആ ജേണൽ എൻട്രി നോക്കി വരയ്ക്കാൻ എളുപ്പമാണ്. ആദ്യം അസറ്റ്സ് റിയലൈസ് ചെയ്യുന്നത് ജേണൽ എൻട്രിയാണ് നമ്മൾ ഫസ്റ്റ് എഴുതിയ. അപ്പോൾ അസറ്റ്സുകളെല്ലാം ഡെബിറ്റ് ചെയ്യാം. ലാൻഡ്, മെഷീനറി, സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്, ക്യാഷ്. അതിൽ 2,50,000 1,20,000 60,000 20,000 തന്നിരിക്കുന്ന അസറ്റ്സുകളെല്ലാം ഡെബിറ്റ് ചെയ്തു. ഇനി ആകെ നമുക്കൊരു ലയബിലിറ്റി ഉണ്ടായിരുന്നുള്ളൂ. ക്രെഡിറ്റേഴ്സ് 2,20,000 ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സ്. ഇനി ഇത്രയും നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ചാപ്റ്ററിൽ ചെയ്തുകൊണ്ടിരുന്നത് അസറ്റ്സ് എല്ലാം ഡെബിറ്റ് ചെയ്യുന്നു, ലയബിലിറ്റീസ് എല്ലാം ക്രെഡിറ്റ് ചെയ്യുന്നു. ഇനി ഇവിടെ വരുന്നൊരു വ്യത്യാസം പർച്ചേസ് കൺസിഡറേഷൻ. എ ബി ലിമിറ്റഡ് നൽകുന്ന പർച്ചേസ് കൺസിഡറേഷൻ 3 lakhs rupees. പർച്ചേസ് കൺസിഡറേഷൻ 3 lakhs rupees ഉണ്ട്. അപ്പോൾ പർച്ചേസ് കൺസിഡറേഷൻ ക്രെഡിറ്റ് ചെയ്യുക, ബാലൻസ് ചെയ്യാം. $5,20,000 ടോട്ടൽ വരും. ബാലൻസ് ചെയ്ത് നമുക്ക് ഷെയർ ഹോൾഡേഴ്സ് പ്രോഫിറ്റ് 70,000. ബാലൻസിങ് ഫിഗറാണ്. അപ്പം ഇത്രയുമാണ് റിയലൈസേഷൻ. സിമ്പിൾ ആയിട്ട് വരയ്ക്കാവുന്ന ഒരു അക്കൗണ്ട് ആണ്. തന്നിരിക്കുന്ന അസറ്റ്സുകളെല്ലാം ഡെബിറ്റ് ചെയ്യുക, തന്നിരിക്കുന്ന ലയബിലിറ്റി ഒരു ലയബിലിറ്റി ഇവിടെ നിന്നോളൂ, ക്രെഡിറ്റേഴ്സ് ക്രെഡിറ്റ് ചെയ്യുക. പർച്ചേസ് കൺസിഡറേഷൻ ക്രെഡിറ്റ് ചെയ്യുക. എ ബി ലിമിറ്റഡ് ആണ് പർച്ചേസ് കൺസിഡറേഷൻ നൽകുന്നത്. എ ബി ലിമിറ്റഡ് നൽകുന്നതുകൊണ്ട് അത് ക്രെഡിറ്റ് ചെയ്യുക 3 lakhs rupees. ബാലൻസ് ചെയ്ത് 70,000 പ്രോഫിറ്റ് ലഭിക്കും. ഇനി നമുക്ക് പഠിക്കുന്നത് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടിൽ നമുക്ക് പർച്ചേസ് കൺസിഡറേഷൻ ഉണ്ടായിരുന്നു. ആണ് എ ബി ലിമിറ്റഡിന്റെ പർച്ചേസ് കൺസിഡറേഷൻ 3 lakhs. ഈ 3 lakhsൽ നമുക്ക് അവരുടെ കമ്പനിക്ക് ഉള്ളത് ഷെയർ ക്യാപിറ്റൽ 2 lakhs. നമുക്ക് ബാലൻസ് ഷീറ്റിൽ തന്നിരിക്കുന്നത് റിസർവ്സ് 20,000, reserves 30,000, next one realization account വരച്ച് ഒരു പ്രോഫിറ്റ് ലഭിച്ചിട്ടുണ്ടായിരുന്നു.
ആ റിയലൈസേഷൻ പ്രോഫിറ്റ് നമ്മളവിടെ ഷെയർ ഹോൾഡേഴ്സ് പ്രോഫിറ്റ് എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പം ക്രെഡിറ്റ് സൈഡിൽ റിയലൈസേഷൻ പ്രോഫിറ്റ് ആണ് 70,000. ടോട്ടൽ ചെയ്യുമ്പോൾ 3 lakhs. ആയിരിക്കും ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. അപ്പം എ ബി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് എ ബി ലിമിറ്റഡ് പർച്ചേസ് കൺസിഡറേഷൻ ആയിട്ട് 3 lakhs rupees ആണ് എ ബി ലിമിറ്റഡ് നൽകിയത്. അതിൽ ഷെയർ ക്യാപിറ്റൽ 2 lakhs rupees ഉണ്ട്, റിസർവ്സ് 30,000 ഉണ്ട്, പിന്നെ റിയലൈസേഷൻ അക്കൗണ്ട് വെച്ച് കിട്ടിയ പ്രോഫിറ്റ് 70,000 ഉണ്ട്. അങ്ങനെയാണ് അവർ 3 lakhs rupees പർച്ചേസ് കൺസിഡറേഷൻ ആയിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പർച്ചേസ് കൺസിഡറേഷൻ 3 lakhs rupees കൊടുത്തു. ഷെയർ ക്യാപിറ്റൽ ആയിട്ടും റിസർവ്സ് ആയിട്ടും റിയലൈസേഷൻ പ്രോഫിറ്റ് ആയിട്ടുമാണ് 3 lakhs rupees വന്നിരിക്കുന്നത്. ആണ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. എത്രയാണോ പർച്ചേസ് കൺസിഡറേഷൻ അത് ഡെബിറ്റ് ചെയ്യുന്നു. അത് എങ്ങനെ വന്നു? ഷെയർ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ ഷെയർ ക്യാപിറ്റലും പിന്നെ റിസർവ്സ് ആയിരിക്കും പിന്നെ റിയലൈസേഷൻ പ്രോഫിറ്റ് ആയിരിക്കാം. ഇത്രയും ഐറ്റംസ്. ഇപ്പൊ നമ്മുടെ എ ലിമിറ്റഡിന്റെ കേസിൽ ജേർണൽ എൻട്രി എഴുതി, ലെഡ്ജർ അക്കൗണ്ട്സ് വെച്ചു, റിയലൈസേഷൻ അക്കൗണ്ടും ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടും വെച്ചു. ഇനി ഇതേപോലെ തന്നെയാണ് ബി ലിമിറ്റഡിന്റെ കേസും. എ ലിമിറ്റഡിന് എഴുതിയ അതേ ജേർണൽ എൻട്രീസും. ഇപ്പോൾ ബാലൻസ് ഷീറ്റ് നോക്കി അസറ്റ് റിയലൈസ് ചെയ്യുന്ന എമൗണ്ട് എഴുതുക. റിയലൈസേഷൻ അക്കൗണ്ട് ആയിട്ട് ടു ലാൻഡ്, മെഷീനറി, സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്, ക്യാഷ്. ഇപ്പോൾ ബി ലിമിറ്റഡിന്റെ കോളത്തിൽ നോക്കി ബി ലിമിറ്റഡിന്റെ എമൗണ്ട്സ് രേഖപ്പെടുത്തുക. അവിടെ ബി ലിമിറ്റഡിന് ആകെ ഒരു ലൈബിലിറ്റി ഉള്ളൂ, ക്രെഡിറ്റേഴ്സ്. ഇപ്പോൾ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ 1,80,000 ആണ്. അതിനുശേഷം ബി ലിമിറ്റഡിന്റെ പർച്ചേസ് കൺസിഡറേഷൻ എ ബി ലിമിറ്റഡ് ഡെറ്റർ ടു റിയലൈസേഷൻ അക്കൗണ്ട് പർച്ചേസ് കൺസിഡറേഷൻ 3,50,000. നെക്സ്റ്റ് വൺ അത് റിസീവ് ചെയ്യുന്നു. ഷെയർസ് ഇൻ എ ബി ലിമിറ്റഡ് ഡെറ്റർ ടു എ ബി ലിമിറ്റഡ് 3,50,000. നെക്സ്റ്റ് വൺ അടുത്ത ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടിലേക്ക് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർസ് ഇൻ എ ബി ലിമിറ്റഡ് 3,50,000. പിന്നെ ഷെയർ ക്യാപിറ്റലിന്റെ ജേർണൽ എൻട്രി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് 3 lakhs, റിസർവ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് 20,000. അതിനുശേഷം റിയലൈസേഷൻ അക്കൗണ്ട് വരിക. അത് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ നോക്കി അതിന്റെ ജേർണൽ എൻട്രീസും രേഖപ്പെടുത്തുക. ഇപ്പൊ ബി ലിമിറ്റഡിനും സെയിം ലെഡ്ജേഴ്സ് തന്നെ വരയ്ക്കണം. റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ലെഡ്ജറും അതുപോലെ ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടും ഈ രണ്ട് അക്കൗണ്ട്സ് ബി ലിമിറ്റഡിനും വരയ്ക്കണം. എ ലിമിറ്റഡ് നിങ്ങൾക്ക് ചെയ്യാൻ അറിയാമെങ്കിൽ അതേപോലെ തന്നെയാണ് ബി ലിമിറ്റഡ്, അത് അതേപോലെ തന്നെ വരച്ചു വയ്ക്കണം. ഇനി അടുത്തത് എ ബി ലിമിറ്റഡ്, പുതിയ കമ്പനിയായ എ ബി ലിമിറ്റഡിന്റെ ജേർണൽ എൻട്രീസ് ആണ്. ഇപ്പൊ എ ബി ലിമിറ്റഡിന്റെ ജേർണൽ എൻട്രീസ് ഫസ്റ്റ് ജേർണൽ എൻട്രി എഴുതുമ്പോൾ നിങ്ങൾ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിരുന്നു ആ ജേർണൽ എൻട്രീസ്. ഫസ്റ്റ് ജേർണൽ എൻട്രി ബിസിനസ് പർച്ചേസ് ഡെറ്റർ ടു liquidators of A Limited to liquidators of B Limited. ജേർണൽ എ ബി ലിമിറ്റഡിന്റെ ജേർണൽ എൻട്രി business purchase debtor to liquidators of A Limited to liquidators of B Limited. ഇനി അവരുടെ രണ്ടുപേരുടെയും പർച്ചേസ് കൺസിഡറേഷൻ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നു. 3 lakhs 3,50,000. എ ലിമിറ്റഡിന്റെ 3 lakhs, ബി ലിമിറ്റഡിന്റെ 3,50,000. ഇപ്പൊ രണ്ടുകൂടെ കൂട്ടി ബിസിനസ് പർച്ചേസ് 6,50,000. For first journal entry purchase consideration കേസിൽ consideration payable to the liquidators
ലിക്വിഡേറ്റേഴ്സിന് പർച്ചേസ് കൺസിഡറേഷൻ കൊടുക്കുന്ന ജേണൽ എൻട്രിയാണ് ബിസിനസ് പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ലിക്വിഡേറ്റേഴ്സ് ഓഫ് എ ലിമിറ്റഡ്. എ ബി ലിമിറ്റഡ് എ ലിമിറ്റഡിന് 3 lakhs rupees ആണ് പർച്ചേസ് കൺസിഡറേഷൻ കൊടുത്തത്. ഇനി ബി ലിമിറ്റഡിന് 3,50,000 ആണ് പർച്ചേസ് കൺസിഡറേഷൻ നൽകിയത്. ഇനി അടുത്തത് അസറ്റ്സും ലയബിലിറ്റീസും. എ ലിമിറ്റഡിന്റെ അസറ്റ്സും ലയബിലിറ്റീസും ടേക്കൺ ഓവർ ചെയ്യുന്നതാണ്. അപ്പം എ ലിമിറ്റഡിന് ഉണ്ടായിരുന്ന അസറ്റ്സ് നമ്മുടെ ബാലൻസ് ഷീറ്റിൽ തന്നിട്ടുണ്ട്. ലാൻഡ്, മെഷീനറി, സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്, ക്യാഷ്. ഇതെടുക്കുമ്പം അഡ്ജസ്റ്റ്മെന്റിൽ എന്തെങ്കിലും കേസിൽ ജേണൽ എൻട്രീസിൽ മാറ്റം, അതായത് മെഷീനറീസോ അല്ലെങ്കിൽ ലാൻഡോ ഒക്കെ എമൗണ്ടിൽ ചേഞ്ച് വന്നിട്ടുണ്ടോ എന്ന് ശ്രദ്ധിച്ചേക്കണം. ബാലൻസ് ഷീറ്റ് നോക്കി എഴുതിയാൽ പോരാ. അപ്പൊ അവിടെ ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ടായിരുന്നു. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 2 lakhs rupees ആയിരുന്നു. അത് വാല്യൂ ചെയ്തപ്പോൾ 2,20,000 ആയിട്ട് മാറി. അപ്പൊ ഗുഡ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, മെഷീനറി, സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ് അതൊക്കെ സെയിം എമൗണ്ട് തന്നെയാണ്. നെക്സ്റ്റ് ജേണൽ എൻട്രി ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. ബാലൻസ് ഷീറ്റിൽ 2 lakhs rupees ആണ്. എന്നാൽ അഡ്ജസ്റ്റ്മെന്റിൽ അതിന് വാല്യൂ 2,20,000 ആയിട്ട് മാറി. നെക്സ്റ്റ് മെഷീനറി സെയിം എമൗണ്ട് തന്നെയാണ്. മെഷീനറി 2,50,000. സ്റ്റോക്ക് 1,20,000. Debtors 60,000. Cash 20,000. ഇനി നമുക്കുള്ളത് ഒരു ക്രെഡിറ്റേഴ്സ് മാത്രം, ഒരു ലയബിലിറ്റി ഉള്ളൂ. ക്രെഡിറ്റേഴ്സ് ഇത് എഴുതുമ്പോൾ ഒരു സ്പേസ് ഇട്ടതിന് ശേഷം വേണം എഴുതാൻ. ക്രെഡിറ്റേഴ്സ് 2,20,000. ഇനി കൺസിഡറേഷൻ ആയിട്ട് കൊടുക്കുന്ന ബിസിനസ് പർച്ചേസ് നമുക്ക് തന്നിരിക്കുന്ന അസറ്റ്സുകളും ലയബിലിറ്റീസും ടേക്കൺ ഓവർ ചെയ്യുന്ന ജേണൽ എൻട്രിയാണ്. അതും എ ലിമിറ്റഡിന്റെ ജേണൽ എൻട്രിയാണ് എഴുതിയിരിക്കുന്നത്. ബി ലിമിറ്റഡിന്റെ സെപ്പറേറ്റ് ആയിട്ട് വേറെ എഴുതണം. അപ്പൊ എ ലിമിറ്റഡിന്റെ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അവിടെ ശ്രദ്ധിക്കണം. അഡ്ജസ്റ്റ്മെന്റ് 2,20,000 വാല്യൂ ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ എമൗണ്ട് എടുക്കാൻ പാടുള്ളൂ. മെഷീനറി, സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്, ക്യാഷ് ഒന്നും ചേഞ്ച് വന്നിട്ടില്ല. ഇനി ക്രെഡിറ്റേഴ്സ് ബിസിനസ് പർച്ചേസ്. ക്രെഡിറ്റേഴ്സ് ആ ഒരു ലയബിലിറ്റി ഉള്ളൂ 2,20,000. പിന്നെ നമ്മുടെ എ ലിമിറ്റഡിന് കിട്ടിയ പർച്ചേസ് കൺസിഡറേഷൻ 3 lakhs rupees പർച്ചേസ് കൺസിഡറേഷൻ കിട്ടിയിട്ടുണ്ട്. അതാണ് ബിസിനസ് പർച്ചേസ് എഴുതിയിരിക്കുന്നത്. ഇനി ഡെബിറ്റും ക്രെഡിറ്റും കൂടെ നോക്കുക, ടാലി ആവുന്നുണ്ടോ എന്ന്. അപ്പൊ ഏതെങ്കിലും കാരണവശാൽ ഡെബിറ്റ് സൈഡിലാണ് ബാലൻസിങ് ഫിഗർ വരുന്നതെങ്കിൽ ഗുഡ് വിൽ ആയിട്ട് കണക്കാക്കാം. ഇനി ക്രെഡിറ്റ് സൈഡിൽ ബാലൻസിങ് ഫിഗർ വരുന്നുണ്ടെങ്കിൽ അത് ക്യാപിറ്റൽ റിസർവ് ആയിട്ട് കണക്കാക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു. ഡെബിറ്റ് സൈഡിലാണ് എങ്കിൽ ഗുഡ് വിൽ ആണ്. അപ്പൊ ഇവിടെ ടോട്ടൽ ചെയ്ത് നോക്കുക. ഡെബിറ്റ് സൈഡിൽ ഒരു 50,000ന്റെ കുറവ് സംഭവിക്കുന്നുണ്ട്. ടോട്ടൽ ചെയ്തതിന് ശേഷം 50,000ന്റെ കുറവ് സംഭവിക്കുന്നുണ്ട്. എന്നാൽ ക്രെഡിറ്റ് സൈഡിൽ 5,20,000 ആണ്. ഡെബിറ്റ് സൈഡിലേക്ക് വരുമ്പോൾ 5,20,000 വരുന്നില്ല, 50,000 കുറവുണ്ട്. അപ്പൊ അത് ഗുഡ് വിൽ ആയിട്ട് കണക്കാക്കാം. ഗുഡ് വിൽ ബാലൻസിങ് ഫിഗർ എഴുതുക 50,000. ഇനി അതിന് പകരം ക്രെഡിറ്റ് സൈഡിലായിരുന്നു കുറവെങ്കിൽ അത് ക്യാപിറ്റൽ റിസർവ് ആയിട്ട് മാറും. ഡെബിറ്റ് സൈഡിലാണെങ്കിൽ ഗുഡ് വില്, ക്രെഡിറ്റ് സൈഡിലാണെങ്കിൽ ക്യാപിറ്റൽ റിസർവ് ആയിട്ട് മാറും. അപ്പൊ ഇതേ ജേണൽ എൻട്രി തന്നെ ബി ലിമിറ്റഡിനും എഴുതണം. എ ലിമിറ്റഡ് എഴുതി അതേ ജേണൽ എൻട്രി തന്നെ ബി ലിമിറ്റഡിലേക്ക് വരും. ബാലൻസ് ഷീറ്റും അഡ്ജസ്റ്റ്മെന്റും നോക്കി എമൗണ്ടിൽ ചേഞ്ചസ് വരുത്തിയാൽ മതി. ഇനിയിപ്പോ അടുത്ത കേസ് ലിക്വിഡേറ്റേഴ്സിന്റെ പർച്ചേസ് കൺസിഡറേഷൻ കൊടുക്കുന്ന കേസ്. ലിക്വിഡേറ്റേഴ്സ് ഓഫ് എ ലിമിറ്റഡ് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ. അതായത് എ ലിമിറ്റഡിന് പർച്ചേസ് കൺസിഡറേഷൻ കൊടുത്തത് ഷെയർ ആയിട്ടായിരുന്നു.
ലിമിറ്റഡിന് പർച്ചേസ് കൺസിഡറേഷൻ കൊടുത്തത് ഷെയർ ആയിട്ടാണ്. ലിക്വിഡേറ്റേഴ്സ് ഓഫ് എ ലിമിറ്റഡ്. Debtor to AB Limited, share capital 3 lakhs. Purchase consideration share ആയിട്ട് കൊടുത്ത അതിന്റെ ജാമ്യമാണ് ഷെയർ issued at 10 each. സെറ്റിൽമെന്റ് ഓഫ് പർച്ചേസ് കൺസിഡറേഷൻ 10 രൂപയുടെ ഷെയർ ആയിട്ടാണ് 3 lakhs rupees ഷെയർസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ രണ്ട് ജേർണൽ എ ലിമിറ്റഡിന്റെ ആണ്. ഇനി ബി ലിമിറ്റഡിന്റെ ജേർണൽ വരുമ്പോഴും എ ലിമിറ്റഡിന്റെ എഴുതിയതുപോലെ തന്നെ അവർക്ക് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഉണ്ട്, മെഷീനറി, സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ് ഉണ്ട്, ക്യാഷ് ഉണ്ട്. അവർക്കും 2 ക്രെഡിറ്റേഴ്സ്, പിന്നെ ലിക്വിഡേറ്റേഴ്സ് ഓഫ് ബി ലിമിറ്റഡ്. അവിടെയും ബാലൻസ് ചെയ്ത് നോക്കുക, ഗുഡ് വിൽ ആണോ ക്യാപിറ്റൽ റിസർവ് ആണോ വരുന്നതെന്ന്. അപ്പം അവിടെ ഒരു 20,000 ഗുഡ് വിൽ ആയിട്ട് വരും. അപ്പോൾ ബി ലിമിറ്റഡിന്റെ 20,000 ഗുഡ് വിൽ. ഇനി ഇതേപോലെ തന്നെ ബി ലിമിറ്റഡിന്റെ ജേർണൽ ലിക്വിഡേറ്റേഴ്സ് ഓഫ് ബി ലിമിറ്റഡ് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ 3,50,000. അപ്പം ഇത്രയും ജേർണലിന്റെയാണ് എ ബി ലിമിറ്റഡിന് വരുന്നത്. ഒരു അവിടെയും പഠിക്കാൻ എളുപ്പമുണ്ട്. ഒരു കോമൺ ആയിട്ടുള്ള ജേർണൽ എൻട്രി ആദ്യത്തെ ബിസിനസ് പർച്ചേസ് അക്കൗണ്ട് ടു ലിക്വിഡേറ്റേഴ്സ് ഓഫ് എ ലിമിറ്റഡ് ടു ലിക്വിഡേറ്റേഴ്സ് ഓഫ് പി ലിമിറ്റഡ്. അതിനുശേഷം എ ലിമിറ്റഡിന്റെ 2 ജേർണൽ എൻട്രി വരും. അതേ സെയിം ജേർണൽ തന്നെ ബി ലിമിറ്റഡിലേക്കും വരും. അപ്പം അസസ്, ഡെപ്റ്റർ ടു ലയബിലിറ്റീസ് ടു ബിസിനസ് പർച്ചേസ്. ഇതിന്റെ രണ്ടിന്റെയും ഡിഫറൻസ് നോക്കുക. ഡെബിറ്റ് സൈഡിലാണെങ്കിൽ ഗുഡ് വില്ല്, ക്രെഡിറ്റ് സൈഡിലാണെങ്കിൽ ക്യാപിറ്റൽ റിസർവ്. അതിനുശേഷം അത് ഷെയർ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ലിക്വിഡേറ്റേഴ്സ് ഓഫ് എ ലിമിറ്റഡ് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ. അപ്പോൾ ഇതേ ജേർണൽ തന്നെ ബിയിലേക്ക് ഫോളോ ചെയ്യുക. അപ്പോൾ ഈ പ്രോബ്ലത്തിൽ നമ്മൾ എത്രയുമാണ് ഡിസ്കസ് ചെയ്തിരുന്നത്? ജേർണൽ എൻട്രി, 2 കമ്പനിയുടെ ജേർണൽ എൻട്രി, എ ലിമിറ്റഡിന്റെയും ബി ലിമിറ്റഡിന്റെയും 2ന്റെയും ജേർണൽ എൻട്രി, അവരുടെ 2 പേരുടെയും ലെഡ്ജേഴ്സ്, റിയലൈസേഷൻ അക്കൗണ്ടും ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടും. അതിനുശേഷം പുതിയ കമ്പനി വരുന്നു എ ബി ലിമിറ്റഡ്. ആ എ ബി ലിമിറ്റഡിന്റെ ജേർണൽ എൻട്രീസ്. അപ്പോൾ കോമൺ ആയിട്ട് ഒരു ജേർണൽ എൻട്രി, പിന്നെ എ ലിമിറ്റഡിന്റെയും ബി ലിമിറ്റഡിന്റെയും 2 ജേർണൽ എൻട്രീസ് വെച്ചാണ്. അപ്പോൾ ബാക്കിയുള്ള പ്രോബ്ലംസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.